പുതിയ രണ്ട് ആൾക്കാർ ന്യൂ ഇയർ ആയിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട്. കുടിക്ക് വെച്ചേ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ്സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം ന്യൂ ഇയർ ആയിട്ട് 2 സമ്മാനമാണെന്ന് എനിക്ക് രാവിലെ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഒന്ന്, നമുക്ക് 7 lakh സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരുപാട് താങ്ക്സ് പറയുന്നു. പിന്നെ നമ്മുടെ അമ്മണി പ്രസവിച്ചു 2 കുട്ടികളാണ്, ഒരാണും ഒരു പെണ്ണും. അപ്പം വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടെ കൂടിയ ദിവസം തന്നെയായിരുന്നു നമ്മുടെ ആടും പ്രസവിച്ചത്, അല്ലെങ്കിൽ ഞാൻ ആകെ കൊഴിഞ്ഞു പോകുമായിരുന്നു. അപ്പം നമുക്ക് ആടിൻ്റെ കാഴ്ചയിലോട്ടൊന്ന് പോകാം. പുതിയ 2 ആൾക്കാർ ന്യൂ ഇയർ ആയിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒത്തൊരുമിച്ചല്ലേ. സങ്കടം വരുത്തില്ലല്ലേ അവള്? ഇപ്പൊ അങ്ങോട്ട് സുബിന്റെ മമ്മി ചോദിച്ചതേ ഉണ്ട്, ആടിന് വെള്ളമൊക്കെ കൊടുത്തിട്ട് എടുത്തു. അടുത്ത ആളതാ, ഒരാൾ ഇവിടെ സെറ്റായി. 2 പേര് അമ്മണിയെ പോലെ തന്നെ ഇരിക്കുവല്ലേ. പാല് കൊടുക്കാനാ ചവിട്ടിട്ട്. 2നും ഒരുമിച്ച് കൊടുത്തില്ലെങ്കിൽ പിന്നെ 1നും കൊടുക്കത്തില്ല. പെട്ടെന്ന് എണീറ്റ് ചെവിയുണ്ടോ? ആ, ഇച്ചിരി നീളമുള്ളതാ. നോക്ക് എന്തുവാ അടുത്തോട്ട് ഇതിനോട് പിടിച്ചു കൊടുമേ, അല്ലെ പിന്നെ അല്ലെങ്കിൽ എന്തോരം പാട് വേണം അതിനൊക്കെ. ആളെ എണീറ്റ് നിന്നെന്തായാലും നമ്മുടെ ഇതിനകത്തോട്ട് കയറി ഇക്കടി, ചവിട്ടിക്കകത്തോട്ട്. കുടിക്ക് വെച്ചേ. കട്ടിപ്പാരപ്പെടുത്ത കുടിക്ക്. അമ്മ എന്തൊക്കെ സംഭവങ്ങളാണ്. വാ വാ. എല്ലാത്തിനും സാക്ഷി ഇല്ലയോ? പക്ഷെ കരഞ്ഞു പോലും ഇല്ലല്ലോ. ഒരുമിച്ച് പാല് കുടിക്കണം, അല്ലെങ്കിൽ പിന്നെ 1നും കൊടുക്കില്ല. എന്റെ കയ്യിലാണോടി നീ കൊച്ചിന്. എന്തുവാ ഇതെന്ത് വാ തുറക്കാത്തെ? എടുക്കണ്ടോ വായില്ലേ? അമ്മണി അമ്മ വിഷമിപ്പിച്ചില്ലല്ലോ. ഞാൻ രാത്രി തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ഇതന്നെ അമ്മണിക്കുട്ടി. എന്റെ ദൈവം എല്ലാം കരുതുന്നവനാ. കുടിക്ക. ഇത് നമ്മുടെ കറക്റ്റ് അമ്മണിക്കുട്ടൻ തന്നെ. ഇവൻ കുടിച്ചു തുടങ്ങി. എണീക്കുന്നുണ്ട്. 2നെ ഒരേപോലെ ഇങ്ങനെ നക്കിച്ചിട്ടെങ്കിൽ 1ന് പാല് കൊടുക്കത്തില്ല. അങ്ങനെ കുഴപ്പമുണ്ട്. എണീറ്റ് പറഞ്ഞേ, അതിനോട് വെച്ചു കൊടുത്തേ. അല്ല, അമ്മ ഒന്ന് നക്കിയപ്പോഴാണ് അതിനൊരു ആശ്വാസം വന്നത്. എല്ലാരും ഇങ്ങനെ ന്യൂ ഇയറിനെ നോക്കി ഇരുന്നേ ഇതില്ല. ഞങ്ങള് 2023 രാവിലെ കഴിഞ്ഞ് വരാം. പറ്റുന്നില്ലേ? വേണ്ടേ? പക്ഷെ അവിടെ തന്നെ എല്ലാ പണി ഞാൻ ചെയ്തു. നമ്മക്ക് എത്ര ആശ്വാസമായിരുന്നല്ലോ. ഇനി ഇത് വേണം. അത് പഠിച്ച് കുടിക്കാതെ എത്ര പെട്ടെന്ന് അത് എഴുന്നേറ്റ്. 2 ആണോ? അതൊന്നും നോക്കാൻ വെക്കുന്നില്ല. തന്നെ തന്നെ പോകുന്നില്ല മേനെ. അന്ന് അല്ലാതെ കൊടുക്കും, ഇതായിട്ട് കൊടുക്കാം.
കിട്ടുന്നില്ലെന്ന് തോന്നുന്നില്ല. ഉണ്ട്, ഒരുപാട് അങ്ങ് ചെന്നാലും അവന് മണ്ടേ കയറും. മണിക്കുട്ടനും മണിക്കുട്ടിയും മതിയാ? വേറെ എന്തെങ്കിലും മോഡേൺ ആയിക്കോട്ടെ. എല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ആടുകളാ അതൊക്കെ. പുതിയ പേര് വല്ലതും ഉണ്ടോ? കുറച്ച് അതിനെ കൂടെ നോക്കാം മണി. നമ്മൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു, മറ്റേ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഞാനല്ല, ഞാൻ നിന്റെ കൊച്ചല്ല. എല്ലാരും ഉണ്ടായിരുന്നൊരു സമാധാനം ഉണ്ടല്ലേ? രാത്രിയിലൊന്നും ആവാതിരുന്നത് കാര്യമായി. ഇപ്പൊ പ്രസവിച്ചിട്ട് എനിക്ക് കാണാൻ പറ്റി. എന്റെ എത്ര ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എന്നെ കാണേണ്ടത്. അതുകൊണ്ടായിരിക്കും നേരത്തെ വന്നത്. എനിക്ക് കേട്ടിട്ട് പോകുന്നൊന്നുമില്ല. എറണാകുളത്ത് പോകാനിരുന്ന് ഞാൻ ഇനി പോകുന്നില്ലെന്നാ പറയുന്നത്. സുബിനെ ഇനി എന്തോ ചെയ്യും? വേണോ സുബി? ഞാൻ കൊണ്ട് ഫ്ലാറ്റിൽ കൊണ്ടുവരണത്തിനെ വളർത്തിക്കൊണ്ട് വന്നാൽ മതി. മണി നീ കൊടുക്കോടി. മണിക്കുട്ടനും മണിക്കുട്ടിയും തന്നെ ആയിക്കോട്ടെ. അതായത് രസമല്ലേ ആടുകളൊക്കെ. എവന് വേറെ പുതിയ പേര് വല്ലതും ഉണ്ടോ ഇതിന്? വരുന്നില്ല. എന്തോ ഇങ്ങനെയൊക്കെ തട്ടാതെ മണി. ഇതാ കൊച്ച്, ഇത് പെങ്കൊച്ച്, ഇതമ്മ തന്നെ. പിള്ളേരെ തൊടുന്നോടാ. ജൂണോയ്ക്കും കുറയ്ക്കാൻ ഒരു കാരണം ഉണ്ടായി. അയ്യോ മമ്മി വിഷമിച്ചിരുന്ന എങ്ങനായിരിക്കും രാത്രി നോക്കിയല്ലോ. ഒന്നും ഒരു സങ്കടവും വരുത്താതെ അർദ്ധരാത്രിയിലൊക്കെ പ്രസവിച്ച് ഞാൻ എന്തോ ചെയ്യുന്ന ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോ ദൈവത്തിന്റെ ഓരോ കൃപയായത്. നട്ടുച്ചക്കില്ല എല്ലാരും 8 പേരും ഉണ്ടായിരുന്നു. ഒരാൾക്ക് വരെ 8 പേര്. നീന്തി നീന്തി പോകുന്നുണ്ട്. സ്ഥലം കാണിച്ചു കൊടുക്കാം. വേറെ എവിടേക്കോ പോയി തപ്പുവാ. കാണിച്ചു കൊടുത്താ അവന് വേണ്ട. നീ ഇങ്ങനെ ഒളിച്ചു വിടന്നാലേ നടിയമ്മണി ഇത് നിന്റെതാ. അത്ര മക്കളില്ല കേട്ടോ. അതൊന്നും അല്ലടി. അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോ. കൊല്ലത്തിൽ വിടുന്നുണ്ട് കേട്ടോ. ആരാണ് വരുന്ന പറഞ്ഞ? ഇവൻ ഇപ്പഴാ ഒന്ന് കിട്ടിയത്. അതാ മക്കളെ ഇവിടെ കിടന്നു. ആരെ പിടിച്ചു നിർത്തി പാല് കൊടുക്കുന്നേ? മൃഗങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ പാവങ്ങളെ കഷ്ടം. ഒരു ബുദ്ധിമുട്ട് വന്നില്ലല്ലോ. അവളൊന്നും ഓർക്ക കരഞ്ഞത് പോലും ഇല്ലല്ലേ? കരഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ 8 പേര് ഓടി വന്നേനെ അല്ലയോ? എത്രയെങ്കിലും കുഴപ്പമില്ലാതെ നടന്നു. മെറിനുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമാണ്. നിങ്ങളെ വിട്ടിട്ട് പോയാലും സങ്കടം. ഇനി എന്താ നാളെ പറഞ്ഞില്ലല്ലോ. കണ്ടില്ലേ ദൈവം എത്ര വലിയവനാണെന്ന് അറിയാമോ? അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ട് ദൈവം നമ്മളെ കരുതുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ അമ്മണിയുടെ പ്രസവമൊക്കെ വളരെ മംഗളകരമായിട്ട് നടന്നു. ഞങ്ങളാരും അറിയാതെ തന്നെ അവളുടെ പ്രസവമൊക്കെ ദൈവം തമ്പുരാൻ നടത്തി തന്നുള്ളതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.